ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഹംപി യാത്ര സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ. അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ആദ്യം പോയി. അവിടെ ഒരു 1 ഡേ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹംപിക്ക് വിട്ടത്. അപ്പോൾ നമുക്കൊരു ദിവസം ബാംഗ്ലൂരും കൂടെ കിട്ടല്ലോ എന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ എന്താക്കിയത്, ഹംപിക്ക് പോയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് നിന്നാണ് നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മൈസൂർ വഴിയും ഹംപിക്ക് പോവാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ വഴിയും പോവാം. നമ്മൾ ബാംഗ്ലൂർ വഴിയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം തന്നെ പോയത് വിരൂപാക്ഷ ടെമ്പിളിലേക്കാണ്. ഹംപിയിലെ ഏറ്റവും പുരാതനവും പ്രശസ്തമായ ക്ഷേത്രമാണിത്. ഇത് ഭഗവാൻ ശിവൻ്റെ വിരൂപാക്ഷ രൂപത്തിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ എന്തുണ്ട്, നിത്യപൂജ നടക്കുന്നുണ്ട്. ഏകദേശം 7-ാം നൂറ്റാണ്ട് മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നുണ്ട്. വിജയനഗര സാമ്രാജ്യകാലത്ത് ക്ഷേത്രം വിപുലീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ബസ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇതേപോലെയുള്ള കുറേ ഓട്ടോ ചേട്ടന്മാർ നമ്മുടെ അടുത്തേക്ക് വരും. അവർ ഇത്രത്തെ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകാം, ഇത്ര പൈസ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ പറയും. അവിടെ 2 ഓപ്ഷൻ ഉണ്ട് അവിടെ നഗരം ചുറ്റിക്കാണാൻ. ഒന്ന് റെൻറ്റഡ് ബൈക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ എടുക്കാം. ഏറ്റവും നല്ലത് ഓട്ടോ ആണ്, കാരണം നല്ല വെയിലാണ്. നമ്മൾ ഓട്ടോ ആണ് സെലക്ട് ചെയ്തത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ പൂജ എന്ന് പറയുന്നത് രാവിലെ 6 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയും, പിന്നെ വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെയാണ് ഇവിടെ പൂജയുള്ളത്. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഇതേപോലെ കുറേ കുരങ്ങന്മാരുണ്ട്. അമ്പലത്തിൽ ഉള്ളിൽ നമുക്ക് എന്ത് കാണാം, കുരങ്ങന്മാരെ കാണാം. അത് പ്രത്യേകതരം ഒരു കുരങ്ങനാണ്. പേരെനിക്ക് അറിയില്ല, ഹനുമാൻ കുരങ്ങ് എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ അമ്പലം ചുറ്റിക്കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞ പോലെ കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള അമ്പലമാണ്. ഹംപിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഒരു അമ്പലമാണിത്. എനിക്കിതിൻ്റെ എൻട്രൻസിലേക്ക് കയറിയപ്പം തന്നെ എനിക്ക് ഓർമ്മ വന്നത് തഞ്ചാവൂർ ടെമ്പിൾ തന്നെയാണ്. ഏകദേശം ഇതേപോലെ തന്നെയാണ്, തഞ്ചാവൂർ പോയവർക്ക് മനസ്സിലാവും, ഇതേപോലെ തന്നെയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാനുള്ളത്. ചുറ്റും കൊത്തുപണികളും സൈഡിലൂടെയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ചുറ്റും കണ്ടിരിക്കാനും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും, അതായത് എല്ലാ സ്പേസും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ളതാണ്. നമുക്കിങ്ങനെ വിചാരിക്കാം എങ്ങനെയാണ് ഇവരിങ്ങനെ കൊത്തുപണികൾ ചെയ്തിട്ടുള്ളത്. അത്രയും മനോഹരമായിട്ട് കല്ലിൽ തീർത്ത കൊത്തുപണികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഹംപി അറിയാമല്ലോ, കർണാടകയിലെ വിജയവാഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പൈതൃക നഗരങ്ങളിൽ ഒന്നാണ് ഹംപി. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഹംപിയിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലെ ഒരുപാട് ക്ഷേത്രങ്ങളും പിന്നെ പൂർത്തീകരിക്കാത്ത ഒരുപാട് ഇതേപോലത്തെ മണ്ഡപങ്ങളും അതേപോലെ തന്നെ ഇതേപോലത്തെ കല്ലുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കാണാനുണ്ട്. ത്രൂ ഔട്ട് നമ്മൾ ആ ഒരു ജേർണിയിൽ മൊത്തം ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ഇതേപോലത്തെ കല്ലിൽ കൊത്തിയിട്ടുള്ള പല ഇതും കാണുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകാൻ നല്ല രസമാണ്. പക്ഷേ ഹംപിയിലെ വെയിൽ നല്ല വെയിലാണ്. അപ്പം 2 വീലറിലൊക്കെ എടുത്ത് റെൻ്റ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വെയിലിൻ്റെ കാര്യം ഒന്ന് നോക്കുക. കാരണം നമ്മൾ ക്ഷീണിച്ച് പോകും, അത്രയ്ക്കും വെയിലാണ്. നമ്മൾ ഓട്ടോയ്ക്ക് പോയിട്ട് തന്നെ നല്ല വെയിലാണ്. നമ്മളിതിന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഇത് 3ഉം ഒരു സ്ഥലത്താണുള്ളത്. ലോട്ടസ് മഹൽ, എലിഫൻസ് ടേബിൾ, അതേപോലെ രംഗ ടെമ്പിൾ, ഇത് 3ഉം ഒരു സ്ഥലത്ത് തന്നെയാണുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ലോട്ടസ് മഹലിലാണ്. നമുക്ക് താമരയുടെ ആകൃതിയിലാണ് ഇത് കാണാനായിട്ട്. ഇത് എന്ന് പറയുന്നത് ഒരു അമ്പലമല്ല. പണ്ട് കാലത്ത് ഈ പറഞ്ഞ വിജയനഗര സാമ്രാജ്യകാലത്ത് രാജകുടുംബത്തിലെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഒരു കൊട്ടാര സമുച്ചയത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്. രാജ്ഞിമാരുടെ വിശ്രമത്തിനും കൂടിക്കാഴ്ചയ്ക്കൊക്കെ ഉപയോഗിച്ചെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് എലിഫൻറ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജകീയമായിട്ടുള്ള ആനകളെ പാർപ്പിച്ചിരുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായൊരു കെട്ടിടമാണ്. അതായത് 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യകാലത്താണിത് നിർമ്മിച്ചിരിക്കുന്നത്. രാജാവിൻ്റെ യുദ്ധ ആനകളെയും ചടങ്ങുകൾ ഉപയോഗിക്കുന്ന ആനകളെയൊക്കെയാണ് ഇവിടെ പാർപ്പിച്ചിട്ടുള്ളത്. കാണുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജ്ഞിമാർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന അവരുടെ ബാത്റൂമാണ്. നമ്മൾ ആനന്ദ മൂവിയിലൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഒരു സ്ഥലത്തിനെ പറ്റി. അതാണ്, നമ്മളവിടെ കയറിയിട്ടില്ല. നമ്മൾ ഒരു ദിവസം കൊണ്ട് ഹംപി കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ മാക്സിമം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നെക്സ്റ്റ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത്. കുറച്ച് സ്ഥലത്ത് ഇതേപോലെ തന്നെ
കരിമ്പും അതേപോലെ തന്നെ ചെറിയ ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിറച്ച് ഇതേപോലത്തെ ഉരുളം കല്ലുകളാണ് രണ്ട് സൈഡിലും. നിങ്ങൾക്ക് ഹംപി വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാം, 2 ദിവസം കൊണ്ട് കവർ ചെയ്യാം, 3 ദിവസം കൊണ്ട് കവർ ചെയ്യാം. അത്രയേ ഉള്ളൂ ഹംപി കാണാനായിട്ട്. നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാക്സിമം നമുക്ക് വേണ്ട കുറച്ച് സ്ഥലങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഹംപിയിൽ കാണാനായിട്ട് ഒരുപാടുണ്ട് ഇതേപോലത്തെ ടെമ്പിൾസ്, അതേപോലെ തന്നെ സൺറൈസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളതൊക്കെ സ്കിപ്പ് ചെയ്തു. പിന്നെ പോകുന്ന വഴിക്ക് ഇതേപോലത്തെ കുറേ ആട്ടിൻകൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക്. നമ്മളവിടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒരു ദിവസം കൊണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വെയിലും നല്ല വെയിലാണ്. നമുക്കധികം അവിടെ നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. അപ്പോൾ നമ്മൾ ക്ഷീണിച്ചപ്പോൾ ഒരു കരിമ്പി ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിതിപ്പം പോയിട്ടുള്ളത് അവിടെ ഒരു നമ്മളെ തോണീൻ്റെ ചെറിയൊരു വട്ടത്തിലുള്ളൊരു സാധനമുണ്ട്, അതിൻ്റെ പേരറിയത്തില്ല. ആ ഒരു ഇതിൽ കയറാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ അതിന് നല്ല റേറ്റ് അവർ പറഞ്ഞു. സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്കത് അഫോർഡബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മളതിൽ കയറിയിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിത് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു വണ്ടി വരും. പേയ്മെൻറ്റ് നമ്മൾ ചെയ്ത് കൊടുത്താൽ അവർ വണ്ടിയിൽ നമ്മൾ കൊണ്ടാക്കുകയും തിരിച്ച് കൊണ്ടിറക്കുകയും ചെയ്യും. നമ്മൾ പോകുന്നത് നമ്മൾ 50 രൂപ നോട്ടിൻ്റെ പിറക് വശത്ത് കാണുന്ന ആ ഒരു രഥമുള്ള അമ്പലത്തിലേക്കാണ്. വിജയവിതാൽ ടെമ്പിൾ എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പം ഇവിടെ പോകുന്ന ഒട്ടുമിക്ക ആളുകളും വരുന്നത് നമ്മൾ 50 രൂപ നോട്ട് എടുത്തിട്ട് ഈ ഒരു രഥം കൂടെ കൂട്ടി ഫോട്ടോ എടുക്കാനാണ് മെയിനായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോവാനുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ബാക്കിലായിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അവിടുന്ന് ഈ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് കുറച്ചധികം വരാനുണ്ട്. അപ്പോൾ വണ്ടിയിലല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. നടന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. വണ്ടിയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. അപ്പം ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ഈ ഒരു രഥം കാണാനാണ് വരുന്നത്. ഇതൊരു ടെമ്പിളാണ്. പക്ഷെ മെയിനായിട്ട് വരുന്നത് ആ കാണുന്ന രഥം കാണാനാണ് വരുന്നത്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യ കാലത്ത് നിർമ്മിച്ചതാണ്. മുഴുവനായിട്ട് ഇത് കല്ലിൽ കൊത്തിയെടുത്ത അതിമനോഹരമായിട്ടുള്ളൊരു ശില്പമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നും കൂടിയാണ് കേട്ടോ. അതായത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ, അതായത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനാൽ ഈ കെട്ടിടത്തിനും ആഗോളം പ്രശസ്തിയുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് മൈസൂർ വഴിയാണ് കോഴിക്കോട്ടേക്ക് വരുന്നത്. അപ്പം മൈസൂർ വഴി വരുന്ന സമയത്ത് നമ്മൾക്കൊരു ജംഗിൾ സഫാരിയും കൂടെ കിട്ടി. നമ്മൾ കുറച്ച് മാനിനെയും മയിലിനെയും അതേപോലെ തന്നെ ആനക്കൂട്ടങ്ങളെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് KSRTCയിൽ തിരിച്ച് നാട്ടിലേക്ക് എത്തി. അപ്പം ശരി, ബൈ.